അൽ മറദു കഫാറത്തുൻ, രോഗം മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അസുഖം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ്. പിന്നെ അള്ളാഹു ആ തെറ്റുകൾക്ക് പിന്നെ ശിക്ഷിക്കൂല. ആ പാപത്തിൽ നമ്മൾ അള്ളാഹുവിനെ പഴിചാരരുത്. നമ്മൾ ആരെയും ഡോക്ടർമാരെയോ അല്ലാത്തവരെയോ നാടിനെയോ കുറ്റം പറയരുത്. നമ്മളത് ക്ഷമിച്ചുകൂടിയാൽ കഫാറത്തുൻ, അത് പ്രായശ്ചിത്തമല്ലേ. പക്ഷേ ഞാൻ കരയാനുള്ള കാരണം ഇന്നമാ അബ്കി അന്നഹു അസ്വാബനി അലാ ഹാലി ഫത്ര, ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ എനിക്ക് രോഗം വന്നത്. വലം യുസ്ബിനി ഫീ ഹാലി ഇജ്തിഹാദിൻ, ഞാൻ അധ്വാനിച്ച് ഓടി നടക്കുന്ന ഒരു സമയത്തല്ലല്ലോ, ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത്. ഞാൻ ഒന്നിനും കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത്. അതിനാണ് ഞാൻ കരയുന്നത്. ഇതിനെന്തിനാ കരയേണ്ടത്? لأنه يكتب للعبد من الأجر إذا مرض ما كان يكتب له قبل أن يمرض فمنعه منه المرض. കർമ്മങ്ങൾ ചെയ്ത് ഓടിച്ചാടി നടക്കുന്ന സമയത്ത്, നന്മകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരസുഖം വന്നൊരാൾ കിടപ്പിലായി പോയാൽ, ആരോഗ്യമുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ, അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ രോഗിക്ക് അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടിച്ചാടി നടക്കുന്ന ഒരാളെ പെട്ടെന്നൊരു ആക്സിഡന്റ് ആയി, ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അല്ലാഹു അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെഴുതാനാണ്? എന്റെ വിഷമം അതാണ്. ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ അവസാനത്തിലായി പോയല്ലോ, എനിക്കിനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുവജനങ്ങളോട് പറയട്ടെ, ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയുമോ അത് ചേർന്ന് കൊടുക്കിൻ. രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത്. അതും തതവ്വുഅൻ, അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാ, ശമ്പളമില്ലാതെ ചെയ്യുന്ന പണിയാണിതൊക്കെ. ശമ്പളം നമ്മുടെ വിഖായ വോളണ്ടിയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ, സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ്. നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാർ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും. അതാണ് വിഷയം. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാർ ഈ പാലിയേറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം. നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ്? ഏറ്റവും നല്ല അമൽ എന്താ? നമ്മൾ വിചാരിക്കും ഹജ്ജ് ചെയ്യലായിരിക്കും, ഉംറ ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും. ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ, ഒരു മനുഷ്യന്റെ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്, മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക. ഇതാണത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം. ഏറ്റവും നല്ല കർമ്മം അതാണത്രേ, മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക. അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോ, അല്ലെ? ചിലപ്പോ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും, ഒരു ആശ്വാസ വാക്ക് മതിയാവും. നമ്മളിതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക. എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല സുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം അല്ലാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും. എനിക്ക് അസുഖം വന്നത് വാർദ്ധക്യത്തിലായി പോയല്ലോ, അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. രോഗത്തെ ഞാൻ പഴിക്കുകയല്ല. അൽ മറദു കഫാറത്തുൻ, രോഗം പ്രായശ്ചിത്തമാണെന്ന് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബി, ശരീരം മെലിഞ്ഞു പോയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു